വാർത്തകളുടെ പെരുമഴക്കാലത്തേക്ക് വാർത്താമഴയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. 24 ബിഗ് ബ്രേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ. ചട്ടം 118 അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രമേയം അവതരിപ്പിക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നാർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നാളെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, സർക്കാരിന്റെ ഔദ്യോഗിക പ്രമേയമായാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. പരീക്ഷാ ക്രമക്കേട് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് നാളെ സഭാതലത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചട്ടം 118 പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷത്ത് നിന്ന് LDF അംഗങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഔദ്യോഗിക തീരുമാനം പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പാർട്ടികളിലൊന്നാണ് CPIM-ഉം CPI-യും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ പ്രമേയത്തെ അവർ പിന്തുണച്ചേക്കാം. എന്നാൽ നിയമസഭയിൽ 3 BJP അംഗങ്ങളുണ്ട്. അവർ ഈ പ്രമേയത്തെ എതിർക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രമേയം ഏകകണ്ഠമായി പാസ്സാകാൻ സാധ്യതയില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നാളെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നാർ ശ്രീജിത്ത്. കുട്ടനാട് MLA റജി ചെറിയാന്റെ കാർ ബൈക്കിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. നെടുമുടി ആശാരിപ്പറമ്പിൽ സുനീഷിനാണ് പരിക്കേറ്റത്. MLA മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ പാലാഴി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നെടുമുടി സ്വദേശിയായ സുനീഷ് കുമാർ മങ്കൊമ്പിൽ നിന്ന് ചമ്പക്കുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഇതിനിടെയാണ് ചമ്പക്കുളം വള്ളംകളി കഴിഞ്ഞ ശേഷം മടങ്ങിയ MLA റജി ചെറിയന്റെ വാഹനം സുനീഷിന്റെ ബൈക്കിൽ ഇടിക്കുന്നത്. സാരമായി തന്നെ സുനീഷിന് പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം ചമ്പക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സുനീഷിനെ മാറ്റി. സാരമായ പരിക്കേറ്റതുകൊണ്ട് തന്നെ വണ്ടാനത്തെ ചികിത്സ അത്യാവശ്യം ഗുരുതരമായ ചികിത്സയായിരുന്നു. എന്തായാലും നിലവിൽ സുനീഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതിനിടെയാണ് ഈ അപകടത്തെ മറ്റൊരു രീതിയിലേക്കുള്ള ഗുരുതര ആരോപണവുമായി DYFI രംഗത്തെത്തിയിരിക്കുന്നത്. DYFI ജില്ലാ പ്രസിഡന്റ് ജെയിംസ് സാമുവലാണ് ഈ ആരോപണം ഫേസ്ബുക്കിൽ ഉന്നയിച്ചിരിക്കുന്നത്. റജി ചെറിയാൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നും മദ്യപിച്ച ശേഷമാണ് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതെന്നും ജെയിംസ് സാമുവൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആരോപിക്കുന്നു. ഒപ്പം അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ റജി ചെറിയാൻ സ്ഥലത്ത് നിന്ന് ഓടി മറഞ്ഞെന്നും ഈ ജെയിംസ് സാമുവലിന്റെ ആരോപണമുണ്ട്. സംഭവത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ റജി ചെറിയാൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും അപകടത്തിൽപ്പെട്ട യുവാവിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. കുട്ടനാട് MLA റജി ചെറിയാന്റെ കാർ ബൈക്കിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. പരിക്കേറ്റ നെടുമുടി സ്വദേശി സുനീഷിന്റെ നില തൃപ്തികരം എന്ന വിവരം കൂടി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി നൽകുന്നു. പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിന്റെ മരണം കൊലപാതകം. വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും തുളഞ്ഞുകയറിയത് മൂലമുള്ള രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായിട്ടുള്ള 35 വയസ്സുകാരൻ സന്ദീപിനെ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലെ കുഴിയിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 3 പേരെ പത്തനംതിട്ട ചിറ്റാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സുരേഷ് കുമാർ, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി, ഗോപി, ഈ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതിനിടെ ഇവരുടെ വാഹനത്തിൽ നിന്ന് ഈ പറയുന്ന നായാട്ട് ഉപയോഗിക്കുന്ന നാടൻ തോക്കടക്കമുള്ള ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ സന്ദീപിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. സന്ദീപിന് ഗുരുതരമായിട്ട് മർദ്ദനമേറ്റിരുന്നു എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് സാധൂകരിക്കുന്നതാണ്. സന്ദീപിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും തുളഞ്ഞു കയറി. മരണകാരണം ഇതുമൂലമുള്ള രക്തസ്രാവമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാരിയെല്ലുകൾ തകർന്നത് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിലാണ്. ഈ സംഭവത്തിന് പിന്നിൽ സന്ദീപിന് അടുപ്പമുണ്ടായിരുന്ന യുവതിയുടെ അച്ഛനും സുഹൃത്തും കൃഷ്ണൻകുട്ടിയും ഗോപിയുമാണ് എന്നുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് എന്തായാലും പിടിയിലായിട്ടുള്ള 3 പ്രതികളെ ആയുധ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ നിലവിൽ കസ്റ്റഡിയിലായിട്ടുള്ള പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തുക. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് സന്ദീപിനെ അവശനിലയിൽ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത്. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ. ഫസ്റ്റ് ഓൺ 24. അനധികൃതമായി താമസിച്ച 3 ബംഗ്ലാദേശ് സ്വദേശികൾ കോഴിക്കോട്ട് പിടിയിൽ.
അനധികൃതമായി തങ്ങിയ ഇവരെ മാവൂർ പോലീസാണ് പിടികൂടിയത്. മാവൂർ കൽപ്പള്ളിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു. ദീപക് ധർമ്മടം, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് ലഭിക്കുന്ന ഒരു ഇന്റലിജൻസ് വിവരം, ഒരു രഹസ്യ വിവരം. ആ രഹസ്യ വിവരത്തെ തുടർന്നാണ് കോഴിക്കോട് സിറ്റി പോലീസിലെ മാവൂർ പോലീസ് ഒരു മിന്നൽ പരിശോധന നടത്തുന്നത്. മാവൂരിലെ കൽപ്പള്ളി ഭാഗത്ത് ഒരു മിന്നൽ പരിശോധന നടത്തുന്നു. ഇവിടെ അതിഥി തൊഴിലാളികൾ കൂടുതലായുള്ള മേഖലയാണ്. ആ മേഖലയിലാണ് പ്രത്യേകിച്ചും ഈ ബംഗാൾ സ്വദേശികളാണ് കൂടുതൽ ആ ഭാഗത്തുള്ളത്. അവിടെ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ അനധികൃതമായി അവിടെ താമസിക്കുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് താമസിക്കുന്നത്. അവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മുഹമ്മദ് ഹുസൈൻ, അതുപോലെ മുഹമ്മദ് ഹസൻ അലി, മുഹമ്മദ് മഹദീൻ ഹസൻ, ഇവരാണ് പിടിയിലായത്. ഒരാൾ 42 വയസ്സും 2 പേർ 27, 26 വയസ്സുകാരാണ്. ഇവരുടെ മറ്റു ബന്ധങ്ങൾ, ഇടപാടുകൾ, ഇതെല്ലാം ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിൽ രഹസ്യമായി കിട്ടിയ വിവരം അനധികൃതമായി ഇവർ 1 മാസം മുൻപ് ഇവിടേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ്. ഇവർ ഏതുവഴി വന്നു, കാരണം പാസ്പോർട്ട് ഇല്ലാതെ ഇവർ എങ്ങനെ രാജ്യത്തിനകത്തേക്ക് കടന്നു, ഇതൊരു ഇൻഫിൽട്രേഷൻ ആണ്, നുഴഞ്ഞുകയറ്റമാണെന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരള പോലീസ് കൂടാതെ മറ്റ് ഏജൻസികൾ കൂടി ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ കൂടി 24 ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് അവരുടെ ദൃശ്യങ്ങളാണ്. അവരെ ഇപ്പോൾ മാവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേരള പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് ഇവർ. എന്തുദ്ദേശത്തോടെ വന്നതാണ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇനി വെളിച്ചത്ത് വരേണ്ടതാണ്. ഏതായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇപ്പോൾ ദിലീപ് കുമാർ. കോഴിക്കോട് അനധികൃതമായി താമസിച്ചു വന്ന 3 ബംഗ്ലാദേശ് സ്വദേശികൾ മാവൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം. ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ബ്രസീൽ കളത്തിലേക്ക്. ബ്രസീൽ ജപ്പാൻ നോക്കൌട്ട് പോരാട്ടം അല്പസമയത്തിനകം തുടങ്ങും. സ്കോട്ട്ലൻഡിനെതിരെ കളിച്ച അതേ ടീമിനെ തന്നെ ബ്രസീൽ നിലനിർത്തി. സൂപ്പർ താരം നെയ്മാർ ആദ്യ 11-ൽ ഇല്ല. വിവരങ്ങളുമായി ഫാൻ ബേസിൽ നിന്ന് ആരാധകരുടെ ആവേശവുമായി അജി കുഞ്ഞുമോൻ കോഴിക്കോട് പുതിയ പാലത്ത് നിന്ന് ചേരുന്നു. അജി കുഞ്ഞുമോൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, വലിയ ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട് ഈ പുതിയ പാലത്തെ ഈ വേദിയിലുള്ളത്. ബ്രസീൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് ആരാധകർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങൾ തന്നെ നോക്കാം. വലിയ ആവേശത്തിൽ തന്നെയാണ് അവരുമുള്ളത്. അത് ആ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഓരോ കളിക്കാരുടെ പേര് എടുത്തു പറയുമ്പോൾ പോലും വലിയ ആവേശത്തിൽ തന്നെയാണ്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ബ്രസീൽ ഗോളടിക്കും, ബ്രസീൽ ജയിക്കണം, ജയിക്കും, ഉറപ്പാണ്. ബ്രസീൽ ഉണ്ടോ, ബ്രസീൽ ഉണ്ടോ? പൊട്ടുപോലെ നമ്മൾ ജപ്പാൻ അടിക്കും. പൊട്ടുപോലെ എന്താ പറയാ, നോൻ പറഞ്ഞ പൊട്ടുപോലെ എന്തായാലും അടിക്കും. ജപ്പാന്റെ ബ്രസീൽ അടിക്കുക, അതായത് ബ്രസീൽ ജയിക്കും. ബ്രസീൽ ജയിക്കും. ഇവരോട് ഞാൻ മെസ്സിയാണ്, ജയിക്കും, ബ്രസീൽ ജയിക്കും. ഗോളടിക്കുമോ? അടിക്കും, ജയിക്കും. ഇല്ല ഇല്ല, ചെക്ക ഇറങ്ങും, അടിക്കും. എങ്ങനെയുണ്ട് പ്രതീക്ഷ? വിനീഷ്യസ് ജൂനിയർ ഗോൾ ചെയ്യും, നെയ്മർ സ്കോർ ചെയ്യും. ഇറങ്ങി ഫോമിലാണല്ലേ? അതെ. അപ്പോൾ വലിയൊരു ആവേശം ഇവിടെ ഉണ്ട് ദിലീപ് കുമാർ. അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് ഈ ആളുകളും ഉള്ളത്. നമുക്കറിയാം, എല്ലാ മത്സരങ്ങളിലും വലിയൊരു തിരക്ക് ഈ പുതിയ പാലത്തെ ഇവിടെയുണ്ട്. നമുക്ക് ഈ കുട്ടി ആരാധകരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ചെറിയ കുട്ടികൾ പോലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ബ്രസീൽ ജയിക്കുമോ? ജയിക്കുമോ? ആരാ ഇഷ്ടം? ബ്രസീലിൽ ആരാ ഇഷ്ടം? ജയിക്കുമോ? കട്ട ബ്രസീൽ. അപ്പോൾ വലിയ ആവശ്യത്തിൽ തന്നെയാണ് അവരും ഉള്ളത് ദിലീപ് കുമാർ. മോഹൻലാൽ സ്ഥാപകനായ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വില്ലേജ് നോളജ് സെന്റർ വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. മാനന്തവാടി അസാബ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലാണ് പുതിയ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. വയനാട്ടിലെ യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും നൈപുണ്യ വികസനവും
തൊഴിൽ സാധ്യതകളും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വില്ലേജ് നോളജ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. EY ഗ്ലോബൽ ഡെലിവറി സർവീസസിലെ സീനിയർ മാനേജർ വിനോദ് VS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഡയറക്ടർ സജീവ് സോമൻ, അഡ്വക്കേറ്റ് സ്മിത D. നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ധാന്യ അധിഷ്ഠിത എഥനോൾ പ്ലാന്റ് പദ്ധതിയുമായി സെൻട്രിയൽ ബയോഫ്യൂവൽസ് ലിമിറ്റഡ്. പ്രമുഖ ബയോ എനർജി എഞ്ചിനീയറിംഗ് സ്ഥാപനമായ പ്രാജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഗോവയിൽ 700 കോടി രൂപയുടെ പദ്ധതി. ഒന്നാം ഘട്ട നിർമ്മാണം അടുത്ത 1 വർഷത്തിനകം പൂർത്തിയാക്കും. 3 വർഷത്തിനകം പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുകയാണ് ലക്ഷ്യം. പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 3000-ലധികം പേർക്ക് തൊഴിലും ലഭിക്കും. വിവിധ വകുപ്പുകളിൽ നിന്ന് പദ്ധതിക്ക് ആവശ്യമായ അനുമതികളും നേടിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുക, കർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കുക, ഗ്രാമീണ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് സെൻട്രിയൽ ബയോഫ്യൂവൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രവീൺ ഗോപകുമാർ പറഞ്ഞു. നമ്മളുടെ പ്ലാൻ ഈസ് ടു ഡെവലപ്പ് ഒരു 6 lakh liters ഓഫ് ഗ്രെയിൻ ബേസ്ഡ് എത്തനോൾ പ്രൊഡക്ഷൻ ആണ് അറ്റ് നവലിം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഗോവ. Needless to say, this project will significantly contribute to the national ethanol blending policy of India. So, ethanol എന്ന് പറയുന്നത് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്യൂവലായി മാറുകയാണ്. ഈ പറയുന്ന എനർജി സെക്യൂരിറ്റി കൈവരിക്കുകയും ഫാമേഴ്സിന് ബെറ്റർ പ്രൈസസ് കിട്ടുകയും ഒരു ഗ്രീൻ ഫ്യൂവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രാൻസിഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. സോ ആ ഒരു ജേർണിയിൽ സെൻട്രിയൽ ബയോഫ്യൂവൽസും കൂടെ ഈ പ്രൊജക്റ്റുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണ്. അപ്പോൾ അതിൻ്റെ ഒരു സെർമണിയാണ് ഇവിടെ നടന്നത്. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.